ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 9ാമത്തെ രാശിയായ ധനുരാശി. ധനുരാശിക്കാർക്ക് 2025 മുതൽ 2030 വരെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ധനുരാശിയുടെ രാശിസ്വാമി വ്യാഴം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായവും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. രാശിസ്വാമി വ്യാഴം. വ്യാഴത്തിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ 2026 വരെ 7ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 1, 11, 3 ഈ ഭാവങ്ങളിലും വരുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഡെയിലി ഇൻകം വർദ്ധിക്കുന്നതിനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനും ഒക്കെ നല്ല കാലം. കുടുംബാംഗങ്ങളെ നിങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്നതിനുള്ള സാഹചര്യം. അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് നല്ല പ്രൊമോഷനും പുതിയ പുതിയ നോളജുകൾ, അറിവുകളൊക്കെ കിട്ടുന്നതിനുള്ള സമയം. മെച്യൂരിറ്റി നിങ്ങളിൽ നല്ല രീതിയിൽ വരുന്നതിനുള്ള ഒരു സമയമാണ്. പ്രോഫിറ്റ്, ജോലി ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഒരു പ്രോഫിറ്റ് അതിൽ നിന്നും കിട്ടും. ഈ സമയം ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതിനും ഓൺലൈൻ ജോലിക്ക് വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതിനുമുള്ള സമയം. മെയ് 2026 മുതൽ മെയ് 2027 വരെ 8ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വ്യാഴം വരുന്നതായിരിക്കും. ഈ സമയം നിങ്ങളിൽ നല്ല ഒരു നോളജ്, ഡീപ്പ് നോളജ് കിട്ടുന്നതിനുള്ള അവസരമാണ്. അതുപോലെ തന്നെ തീർത്ഥാടന യാത്രകളൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം. ദൃഷ്ടി 2ാം ഹൗസിൽ വരുന്നു. ആകർഷണപരമായിട്ടുള്ള ഒരു സംസാരം നിങ്ങളിൽ ഉണ്ടാവുന്നു. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടത്തുന്നതിനുമുള്ള സാഹചര്യം. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം ക്രമീകരിക്കുക. പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നവർ കൂടുതലും ശ്രദ്ധിക്കുക. കൊഴുപ്പ് കൂടിയ ആഹാരം ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 12ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് വിദൂരയാത്ര, വിദേശയാത്ര ഒക്കെ ഈ സമയം നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സമയം കൂടിയാണ്. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 9ാം ഭാവത്തിൽ. ഈ സമയം സന്താനങ്ങൾ ഉള്ളവർക്ക് നല്ല സമയം. സന്താനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതിനുള്ള സമയമാണ്. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനുമുള്ള സമയമാണ്. ഈ സമയം മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോഷ്യൽ വർക്കിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയം. സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല സമയമാണ്. മെയ് 2028 മുതൽ മെയ് 2029 വരെ വ്യാഴം 10ാം ഭാവത്തിൽ വരുന്നതോടുകൂടി നിങ്ങളുടെ ജോലിയിലൊരു പരിവർത്തനം തന്നെ സംഭവിക്കാം. ഈ സമയം നിങ്ങളിലുള്ള മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ കൂട്ടുന്നതിനും ജോലി സ്ഥലത്ത് നല്ല ഒരു സ്ഥാനം ലഭിക്കുന്നതിനുമുള്ള അനുകൂല സമയം. ശനിയുടെ ഗോചരം നോക്കാം. നിങ്ങൾക്ക് നിലവിൽ 7ര ശനിയോ കണ്ടകശനിയോ അഷ്ടമശനിയോ ഒന്നും തന്നെ ഇല്ല. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ ശനി 4ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളുടെ മാതാവിന് ചില മാനസികമായിട്ടുള്ള ചില ചിന്തകളൊക്കെ വരുന്നതിനുള്ള സമയമായിരിക്കും. അതുകൊണ്ട് മാതാവിന് നല്ല സപ്പോർട്ട് ചെയ്യുക ആ സമയം. ശനി ഏത് ഭാവത്തിൽ വന്നാലും നിങ്ങളെക്കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും. പക്ഷേ ഹാർഡ് വർക്കിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയം വാഹനം വാങ്ങിക്കുന്നതിനും പ്രോപ്പർട്ടി ഡീലിങ്ങിനും ഒക്കെയുള്ള നല്ല സമയമാണ്. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും പിന്നെ വീടിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള സമയമാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സീനിയേഴ്സുമായി നല്ല രീതിയിൽ ഇടപഴകുക, നല്ല സൗമ്യമായി ഇടപഴകുക. ഉന്നത ജോലിക്കുള്ള സാധ്യതയും ഈ സമയം ഉണ്ട്. ശനിയുടെ ദൃഷ്ടി 6ാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതൽ വരുന്നതിനും അതുപോലെ തന്നെ ശത്രുക്കൾ വിട്ടുപോകുന്നതിനുമുള്ള സമയമാണ്. വരികയും ചെയ്യും, പോവുകയും ചെയ്യും.
ലോൺ എടുക്കുന്ന ഈ സമയം നല്ല സമയമല്ല. ലോൺ അവോയ്ഡ് ചെയ്യുക. പിന്നെ ആരെയും കണ്ണുടച്ച് വിശ്വസിക്കാതിരിക്കുക. 2027 മുതൽ 2028 വരെ നിങ്ങൾക്ക് ഈ 5 വർഷത്തിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ ശനിയുടെ ദൃഷ്ടി 1-ാം ഭാവത്തിൽ വരുന്നു ചന്ദ്രനുമായിട്ട്. അപ്പോൾ ഈ സമയം കൂടുതൽ കുറച്ചൊരു ഓവർ തിങ്കിങ് ഒക്കെ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. ലവ് റിലേഷനിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ 3-ാം ഭാവത്തിൽ 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു 3-ാം ഭാവത്തിൽ വരുന്നത്. ഈ സമയം നിങ്ങൾക്ക് വളരെ ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യം നിങ്ങളിൽ വരും. നിങ്ങളിൽ ഒരു ഹൈ എനർജി തന്നെ നിങ്ങളിൽ വരുന്നതാണ്. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യിപ്പിക്കും രാഹു. ഈ സമയം നിങ്ങളെ ആരിൽ നിന്നും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയില്ല. അത്രയ്ക്ക് ബുദ്ധിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ് ഇത്. രാഹു 3-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ തന്ത്രപരമായി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് രാഹു നിങ്ങൾക്ക് തരും. ഡിസംബർ 2026 മുതൽ ജൂൺ 2028 വരെ 2-ാം ഭാവത്തിൽ രാഹു. ഈ സമയം നിങ്ങളുടെ സംസാരം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. തീർത്ഥാടന യാത്രയൊക്കെ ചെയ്യുന്നതിനുള്ള സമയമാണ്. പക്ഷേ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ മദ്യപാനം, പുകവലി ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യേണ്ട സമയമാണ്. ഈ സമയം നിങ്ങൾ അത് തുടങ്ങി വെക്കുകയും ചെയ്യരുത്. അത് തുടങ്ങി വെച്ചാൽ അതങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ സമയം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിൽ കുറച്ച് പല്ല് സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനും പിന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, കൺഫ്യൂഷൻ, നിങ്ങളൊരു രഹസ്യമയ സ്വഭാവം വെക്കുന്ന ഒരു സമയമാണ് ഈ സമയം. തീർത്ഥാടനം തീർച്ചയായും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും രാഹു. ഈ സമയം കേതു 8-ാം ഭാവത്തിൽ വരുന്നു. അപ്പോൾ 8-ാം ഭാവത്തിലെ കേതുവും നിങ്ങളെ ഒരു രഹസ്യമയമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ജൂൺ 2028 മുതൽ രാഹു 1-ാം ഭാവത്തിലും കേതു 7-ാം ഭാവത്തിലും വരുന്നു. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ചെയ്തേ പറ്റൂ. രാഹു ചന്ദ്രൻ്റെ കൂട്ടത്തിൽ, ചന്ദ്രൻ്റെ ഭാവത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങളെ ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നതിനുള്ള ഒരു സമയമാണ്. ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ചന്ദ്രൻ്റെ കൂടെ ഛായാഗ്രഹമായ രാഹു ഈ സമയം നിങ്ങളിൽ മനസ്സിലൊരു ഭ്രമം ഒക്കെ കൊണ്ടുവരുന്ന സമയം, നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി പോലും ചിന്തിക്കുന്ന സമയം, ലവ് റിലേഷനിൽ സംശയം വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കെയർഫുള്ളി ഇത് കൈകാര്യം ചെയ്യുക. എല്ലാവരും നിങ്ങളുടെ ജാതകം കൂടി ചെക്ക് ചെയ്യിപ്പിക്കണം. എങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പറയാം. അപ്പോൾ അതിലെ ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. ഉച്ചസ്ഥിതിയിൽ ഉള്ളവർക്കാണ് ഈ ഫലങ്ങളൊക്കെ നല്ല രീതിയിൽ വരിക. ഗ്രഹങ്ങൾ നീചസ്ഥിതിയിലുള്ളപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഉപായങ്ങൾ ചെയ്തേ പറ്റൂ. എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 50% നിങ്ങൾക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഉപായം, മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഗുരുവിൻ്റെ ബീജമന്ത്രം 108 തവണ ഡെയിലി നിങ്ങൾ ചൊല്ലുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ഡെയിലി പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുക. ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക. ഡെയിലി പറ്റിയില്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക. ഇനിയും ഇന്നത്തെ വാസ്തു ടിപ്പ്, 7 ഹോഴ്സസ്. ഇത് എവിടെ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ കളറുള്ള ഇങ്ങനത്തെ ചുവപ്പ് ഇതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഈ ഫോട്ടോ നിങ്ങൾക്ക് കിഴക്ക് വെക്കാം, അല്ലെങ്കിൽ തെക്ക് വശത്ത് വെക്കാം. അപ്പോൾ കുതിരകൾ എപ്പോഴും അകത്തോട്ട് ഓടി വരുന്ന ദിശയിലായിരിക്കണം നിങ്ങൾക്ക് വെക്കേണ്ടത്. ലിവിങ് റൂമിൽ നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ഫോട്ടോ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെക്കേണ്ടത് വടക്ക് ഭാഗത്താണ്. അപ്പോൾ വടക്ക് ഭാഗത്തു നിന്ന് വീട്ടിലോട്ട് ഊർജം ഓടി വരുന്ന രീതിയിൽ വെക്കുക. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പുരോഗതിക്കും
വിജയത്തിനും ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനും ഇത് സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും 7 ഹോഴ്സസ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ദിശ മാറിപ്പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.